Welcome. It's a continuation of part 1, and in part 1 we discussed about the ledger accounts in the books of consignor. See, consignor bookil ledger accounts inde oru cheriyoru problem cheyidu. So aa problem ellarum avaravara note il undu. Adinte base ilana njan innathe class start cheyyunu. Okay, so in the first I will tell you about the detailed format of consignment account, consignee account, goods sent on consignment account. നമ്മൾ consignor bookil 3 ledger ആണ് വരക്കല്. One is consignment account, then consignee account and goods sent to branch account. So അതിന്റെ ഇത്തിരി detailed little bit more things I have to add. So അതായിരിക്കും ഞാൻ ഇന്ന് ആദ്യം പറയുന്നത്. So first I am going to consignment account. See, consignment account ഇന്നലെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കത് ക്ലിയറും ആയിരിക്കും. സോ അതിലുള്ള ഡീറ്റെയിലിംഗ് ആണ് പറയുന്നത്. ഇറ്റ് ഇസ് yesterday we wrote like consignment account, but usually we are writing as consignment to that particular consignee's name. ആർക്കാണോ അയച്ചത്, for A അല്ലെ B ക്കാണ് അയച്ചത്, consignment to B Limited. See, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ consignment to Magna Trading, whatever it is, you have to mention it is consignment to that particular name പിന്നെ account. Consignment account എന്ന് എഴുതുന്നതിന് പകരം consignment to that particular consignee name പിന്നെ ഒരു account. ഓക്കെ, ബിക്കോസ് ഒരു ട്രേഡർ ഇന്നലത്തെ നമ്മൾ എക്സാമ്പിൾ എ ആണെങ്കിൽ ഒരാൾക്കായിരിക്കുമല്ല കൺസൈൻമെന്റ് കൊടുത്തത്, ഒരു 3-4 ആൾക്ക് കൊടുത്തിട്ടുണ്ട്, അയാൾ 4 ആൾക്ക് കൊടുത്തിട്ടുണ്ട്, 4 കൺസൈൻമെന്റ് അക്കൗണ്ട് വരണം. സോ ഇൻ ഓർഡർ ടു ഡിഫറൻഷിയേറ്റ്, അത് തമ്മിൽ ഡിഫറൻസ് വേണ്ട മനസ്സിലാവാൻ വേണ്ടി ഇവിടെ കൺസൈൻമെന്റ് ഇവിടെ മിസ്റ്റർ ബി, മിസ്റ്റർ സി, മിസ്റ്റർ ഡി ആൻഡ് മിസ്റ്റർ ഇ ആണെങ്കിൽ കൺസൈൻമെന്റ് ടു മിസ്റ്റർ ബി അക്കൗണ്ട്. നെക്സ്റ്റ് ഒരു അക്കൗണ്ട് പറയും consignment to Mr. C account, then consignment to Mr. D account. So അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. Clear? So that's the first thing. Then if opening stock is there, you have to debit it. Opening stock, ഇന്നലത്തെ പ്രോബ്ലത്തിൽ opening stock was not there. So if opening stock is there, you have to show it here. Clear? Then ഇതിന്നലെ പറഞ്ഞു, ഇതിന്നലെ പറഞ്ഞു, ഇതിന്നലെ പറഞ്ഞു, ഇതിന്നലെ പറഞ്ഞു, ഇവിടെയുള്ളത് okay, we'll discuss it later. Then here it is, what is this? Sale ആണ്. സെയിലിന്റെ കാര്യത്തിൽ പറയേണ്ടത് സെയിൽ ഗ്രോസ് സെയിൽ ആണ്. ഗ്രോസ് സെയിൽ മീൻസ് ക്യാഷ് സെയിൽ ആയിക്കോട്ടെ, ക്രെഡിറ്റ് സെയിൽ ആയിക്കോട്ടെ, അത് നമ്മൾ ഇവിടെ കാണിക്കണം. സി, ക്യാഷ് സെയിൽ ആൻഡ് ക്രെഡിറ്റ് സെയിൽ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ക്യാഷ് സെയിൽ ഇത്ര, ക്രെഡിറ്റ് സെയിൽ ഇത്ര എന്നൊക്കെ തന്നാൽ ബൈ കൺസൈനി പറഞ്ഞിട്ട് നിങ്ങൾ ടോട്ടൽ ഗ്രോസ് സെയിൽ ആണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ? ഓക്കെ. നൗ ഹിയർ ഈ ഗുഡ്സിൽ റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ, ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റിൽ റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞ ബ്രാഞ്ചിൽ ചെയ്ത പോലെ തന്നെ റിട്ടേൺ അവിടെ കാണിക്കണം. ബൈ ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്, എന്നിട്ട് നമ്മൾ റിട്ടേൺ. ക്ലിയർ? ഓക്കെ. നൗ ഇറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കഴിഞ്ഞ കണക്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കണക്കിന്റെ ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്നത്, അതായത് കൺസൈൻമെന്റിൽ അയച്ച എല്ലാം അവർ വിറ്റിട്ടുണ്ട്. സി, ആ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയേ. 100 യൂണിറ്റ്സ് സെൻഡ് ചെയ്തു. ആ പാരഗ്രാഫിന്റെ എൻഡിൽ ആ ക്വസ്റ്റ്യൻ എല്ലാവരും കയ്യിലെടുത്ത് വെക്കാം. സുരേഷിന്റെ അടുത്ത് 100 യൂണിറ്റ്സ് ഓഫ് ടോയ കൊടുത്തത്. ഹീ സെൽ ഓൾ ദ ഗുഡ്സ്, ഹീ സെൽ ഓൾ ദ ഗുഡ്സ്, എല്ലാ ഗുഡ്സും വിറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്ത 100 സെൻഡ് ചെയ്തു, 100ഉം വിറ്റു. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് കഴിഞ്ഞ കണക്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. ബട്ട് ഇനി വരുന്ന കണക്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുകയും ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വാല്യുവേഷന്റെ ടോപ്പിക് കവർ ചെയ്യും. ക്ലിയർ? സോ ദിസ് ഈസ് ദ ഡീറ്റെയിൽഡ് ഫോർമാറ്റ് ഓഫ് കൺസൈൻമെന്റ് ടു പർട്ടിക്കുലർ അക്കൗണ്ട്. കൺസൈൻമെന്റ് ടു, ഓക്കെ. കൺസൈൻമെന്റ് അക്കൗണ്ടിന് പകരം നിങ്ങൾ കൺസൈൻമെന്റ് ടു എന്നുള്ള വേർഡിൽ മെൻഷൻ ചെയ്യണം. ഇവിടെ ഒരാളും കൂടെ, ഇവിടെ ഒരു പോയിന്റും കൂടെ എനിക്ക് പറയാനുണ്ട്, ബാഡ് ഇട്ടുണ്ട്. ബട്ട് അത് അതിന്റെ ഒരു കോൺടെസ്റ്റ് വരും, അവിടെ ഞാൻ സംസാരിക്കും. ഓക്കെ. So this is the detailed format of consignment account. Okay. Now you can see the theory part over there.
Any consignment weight. Consignment account the main purpose is profit or loss on consignment കണ്ടുപിടിക്കൽ. Clear? Okay. Now I'm going to read the theory. Theory is there on the board. The objective of preparing consignment account is to ascertain the profit or loss. Clear? Profit or loss കണ്ടുപിടിക്കാൻ. Okay. For this, consignor keep a separate account for each consignment. ഓരോ consignment A, B, C നേരത്തെ പറഞ്ഞില്ലേ? So, consignment to that particular account നമ്മൾ മെൻഷൻ ചെയ്യണം. To distinguish one consignment from other. ഓരോ consignment മനസ്സിലാവാൻ വേണ്ടി ഇവിടെ മിസ്റ്റർ ബി അതിൽ മിസ്റ്റർ സി അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യണം. Okay. Consignment account is a nominal account. In fact, it is a trading and profit and loss account or a mixture, because trading account profit and loss account items are and it is nominal account because expense debit it's a nominal nature. Consignment account is debited with debited with opening stock, cost of goods sent on consignment goods, then expense incurred by the consignor, expense incurred by the consignee, commission, etc. etc. Any credit though? An account is credited with gross sale. Gross sale means cash credit to include then return and return, then closing stock. Clear? So this is the theory part, and the balance of this account represent profit or loss. Okay? Clear? This is the theory part of the consignment account. Hope now it is clear for you. You have to copy the format. ഞാൻ നോട്ടും തരും, ഇതായിരിക്കും നോട്ടിൽ ഉണ്ടാവുക ചെയ്യട്ടോ. Now moving on to the next, consignee account. Okay, next account is consignee account. Consignor bookil രണ്ടാമത്തെ account, that is consignee account. Consignee account ന്റെ objective എന്താണോ? കൺസൈനർക്കിനി അതായത് എത്ര പൈസ ബാക്കി കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ സോറി കൺസൈനീൻ്റെ അടുത്തുനിന്ന് കൺസൈനർക്ക് എത്ര പൈസ കിട്ടാനുണ്ട്. സോ ദാറ്റ് ഇസ് ദ പർപ്പസ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ദിസ് അക്കൗണ്ട് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഡ്യൂ ഫ്രം ദി കൺസൈനി. എത്ര പൈസ ഇനി കൺസൈനർക്ക് തരാനുണ്ട്. സോ ഇറ്റ് ഇസ് ദ പർപ്പസ് ഇസ് ദിസ്. നമുക്ക് അതിൻ്റെ ഫോമാറ്റ് ഒന്ന് നോക്കാം. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരുന്ന സെയിലാണിത്. സെയിലിൽ ഗ്രോസ് സെയിൽ വരും, അവിടെ നിന്നുള്ള എമൗണ്ട് നേരെ ഇവിടെ എഴുതുന്നതാണ്. ദെൻ അഗെയിൻ കൺസൈൻമെന്റ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ഓഫ് ദി കൺസൈനീന്റെ എക്സ്പെൻസ് ഇവിടെ വരും. ദെൻ അഗെയിൻ കമ്മീഷൻ വരും. പിന്നെ ഇവിടെ അഡ്വാൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൺസൈനർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ കം ഹിയർ. ക്യാഷ് ആണ് അഡ്വാൻസ് കൊടുത്തെങ്കിൽ ബൈ ക്യാഷ്, ചെക്ക് ആണ് കൊടുത്തെങ്കിൽ ബൈ ബാങ്ക്, ബിൽ റിസീവബിൾ ആണ് കൊടുത്തെങ്കിൽ ബിൽ റിസീവബിൾ. ക്ലിയർ? നൗ ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ ആണിത്. ഈ ബാലൻസിങ് ഫിഗർ നമുക്ക് അതായത് അയാൾ അപ്പം തന്നെ ക്യാഷ് കൊടുക്കുന്നത് എന്നുള്ള അസംഷനിൽ നമുക്ക് ബാലൻസിങ് ഫിഗറിന് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഒന്നും പറയുന്നില്ല, ഒന്നിക്കൽ ഡ്യൂ ആയിട്ട്, അതായത് ബാലൻസ് സി ബാർ ഡി എന്ന് കാണിക്കുക, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുന്നത് പോലെ ഇവിടെ നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞിട്ടും എഴുതാം. ദിസ് ഇസ് ദ തിങ്. ഇതിലും ഒരു സംഭവം ബാഡ് ഡെറ്റിന്റെ എഫക്റ്റ് ഞാൻ ഇനിയും എവിടെയും പറഞ്ഞില്ല, അത് നമുക്ക് അതിന്റെ കോണ്ടസ്റ്റിൽ പറയാം. സോ നൗ ഇതിന്റെ എൻട്രി കൺസൈനി അക്കൗണ്ട് ലെറ്റർ ടു കൺസൈൻമെന്റ്, then consignment to this particular to consignee account. ഇതിന്റെ ഒക്കെ എൻട്രി നിങ്ങൾ ഫോം ചെയ്യാൻ പറ്റും, നിങ്ങളത് ഫോം ചെയ്യാം. Okay, now I am going to read the theory part. It is there on the board. Objective of preparing this account. What is the objective? To ascertain the amount due from the consignee. എടുക്കുന്ന കിട്ടാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ. Account is debited with gross sale and credited with advance received, expense incurred and commission of the consignee. Clear? And the balance show the balance due from the consignee. Consigneeന്റെ അടുത്ത് നിന്ന് ബാക്കി കിട്ടാനുള്ള പൈസയാണ് ബാലൻസിൽ കാണിക്കുക. So this is a personal accountന്റെ നേച്ചറിലുള്ള സംഭവമാണ്. So this account is personal account. Clear? So it is
over. Now moving on to the third one, goods sent on consignment account. അത് ഞാൻ ചെയ്യുന്നില്ല because അതിൻ്റെ ബാലൻസ് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ, ട്രേഡിംഗ് അക്കൗണ്ട്. സോ എൻട്രി ഓവർ, അക്കൗണ്ട്സ് ഓവർ. നൗ ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനി, കൺസൈനിന്റെ ബുക്കിൽ എന്തൊക്കെ അക്കൗണ്ടാ വരേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ കൺസൈനിന്റെ ബുക്കിൽ 1 എഴുതൂടല്ലേ, പ്ലീസ് ഡോണ്ട് റൈറ്റ്. കൺസൈൻമെന്റ് അക്കൗണ്ട് 2, കൺസൈനി അല്ലേ, അപ്പൊ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണോ, കൺസൈനറിന്റെ അക്കൗണ്ട് അല്ലേ. അവിടെ കൺസൈനി, ഇവിടെ കൺസൈനിന്റെ ബുക്കാണ്. കൺസൈനർ ആൻഡ് ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ ഓക്കെ ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്തിനാണോ വരയുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ, റൈറ്റ്. ഇയാൾക്ക് ഇതിൽ കൺസൈനിക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ, ബിക്കോസ് ഹീ ഈസ് ഡൂയിങ് ദിസ് ഫോർ ദ കമ്മീഷൻ. സോ ഇതിന്റെ പർപ്പസേ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൺസൈനിന്റെ ബുക്കിൽ നമ്മൾ വരയൂല. ക്ലിയർ? ആൻഡ് ഓൾസോ ദിസ് വൺ, ഗുഡ് സെന്റ് ഓൺ കൺസൈൻമെന്റ്, ബിക്കോസ് ഇയാള് ജസ്റ്റ് അത് വാങ്ങി വിൽക്കുന്ന പൈസ കൊടുക്കുന്നു. സോ he's nothing to do with that. So he won't prepare goods sent on consignment account. So ഏത് അക്കൗണ്ട് മാത്രമേ കൺസൈനിന്റെ ബുക്കിൽ ഉണ്ടാവുള്ളൂ, കൺസൈനർ അക്കൗണ്ട് മാത്രം. ഓക്കെ, 1 and 1 ലെഡ്ജർ മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടിയുള്ളൂ. അതാരുടെ, കൺസൈനറിന്റെ ലെഡ്ജർ അക്കൗണ്ട് മാത്രമേ കൺസൈനിന്റെ ബുക്കിൽ എഴുതണ്ടു. ഓക്കെ, now let's see consigner account ആണ്. കൺസൈനർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ, എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി, കൺസൈനിന്റെ എക്സ്പെൻസിന്റെ എൻട്രിന്റെ എഫക്റ്റ് വരണം. ദെൻ കൺസൈനിന്റെ ബുക്കാണ്. സോ കൺസൈനിന്റെ ബുക്കിൽ എക്സ്പെൻസ് ഓഫ് ദ കൺസൈനി, ദെൻ കമ്മീഷൻ, പിന്നെ കൺസൈനർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുള്ള അതിന്റെ ഇഫക്റ്റ്, സെയിലിന്റെ ഇഫക്റ്റ്, ലാസ്റ്റ് അറ്റ് ദ ബാലൻസ്. സോ നമ്മൾ ഓർമ്മിച്ചാൽ മതി, നമ്മൾ നേരത്തെ ഒരു കൺസൈനിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിനല്ലോ, അതിന്റെ സെയിം സാധനങ്ങളാണ് വരിക, ബട്ട് എൻട്രി എന്തായിരിക്കും, എൻട്രി വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, എൻട്രി സെയിം ആയിരിക്കില്ല, അതിന്റെ നേരെ റിവേഴ്സ് പാർട്ട് അല്ല ഇവിടെ വരിക. ബിക്കോസ് ഹിയർ വി ആർ നോട്ട് പ്രിപ്പയറിംഗ് എന്ത് അക്കൗണ്ട്, കൺസൈൻമെന്റ് അക്കൗണ്ട് ഒന്നുമില്ല. സോ അതിന്റെ നേരെ റിവേഴ്സ് ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. ഓക്കെ, നൗ വിൽ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ജേർണൽ എഴുതി നോക്കാം. എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി, ഇവിടെ നമുക്കൊരു അക്കൗണ്ടും വരാം, കൂടെ ജേർണലും എഴുതാം. എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി, കൺസൈനിന്റെ എക്സ്പെൻസ് നമുക്ക് ആ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്ലിയർ? ഇനി കമ്മീഷന്റെ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ഇത് നമ്മൾ സ്വതവേ ഡ്യൂ ആയിട്ട് കാണിക്കുക, പേ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ക്യാഷ് എന്ന് വരാണ്ട് കമ്മീഷൻ എന്ന് വന്ന്, ഹിയർ എക്സ്പെൻസ് നമ്മൾ പെയ്ഡ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഡ്യൂ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ഇനി അഡ്വാൻസിന്റെ എൻട്രി, അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്യാഷ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൺസൈനർക്ക് ക്യാഷ് കൊടുത്തു. സോ ഇറ്റ് ഈസ് കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നൗ സെയിലിന്റെ എൻട്രി ഫോർ സെയിൽ ഓഫ് ഗുഡ്, സെയിൽ എന്ന് ഓർമ്മിക്കണം, ഗ്രോസ് സെയിൽ തന്നെ എഴുതണം. സെയിലിന്റെ എൻട്രി ക്യാഷ് വരും, മേ ബി ഡെറ്റേഴ്സ് വരും. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഇവിടെ ഡെറ്ററിന്റെ പേര് എഴുതും, ടു കൺസൈനർ. ഓക്കെ, നൗ ലാസ്റ്റ് എൻട്രി ക്യാഷ് പേ ചെയ്യുന്ന എൻട്രി ആണ്. ക്യാഷ് പേ ചെയ്യുമ്പോൾ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. Okay, now we will explain what is this. See, expense of the consignee, expense of the consignee. ശരിക്കും അത് കൺസൈനറാ കൊടുക്കേണ്ടത്, ബട്ട് പൈസ ആരുടെ കയ്യിൽ നിന്നാണ് പോയ, കൺസൈനിന്റെ കയ്യിൽ നിന്ന്. സോ കൺസൈനി എഴുതി ടു ക്യാഷ്, പൈസ പോയി ടു ക്യാഷ്.
അത് ആര് തരണം? കൺസൈനർ തരണം. കൺസൈനർ അക്കൗണ്ടിൽ എന്ത് വന്ന്? ഡെബിറ്റ് വന്നു. സോ കൺസൈനർ ഇനി ഈ പൈസ നമുക്ക് റീകൂപ്പ് ചെയ്ത് തരണം. സോ അത് നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ എഫക്റ്റ് എവിടെ വരും? ടു ക്യാഷ്. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ നമ്മൾ കൺസൈനർക്ക് കൊടുക്കുള്ളൂ. നൗ കമ്മീഷൻ. കമ്മീഷൻ ഡ്യൂ ആയി എന്ന് പറഞ്ഞത്. എനിവേ കമ്മീഷൻ ആര് തരണം? കൺസൈനർ തരണം. സോ കൺസൈനർ അക്കൗണ്ടിൽ ഡെബിറ്റ് വന്നു. നൗ അഡ്വാൻസ്. അഡ്വാൻസും കൺസൈനർ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തരേണ്ടതാണ്. നമ്മൾ വായിച്ചു കൊണ്ടുപോയി. സോ ഡെബിറ്റ് ചെയ്തു. നൗ ഇറ്റ് ഇസ് സെയിൽ. സെയിലിന്റെ പൈസ നമുക്ക് ഇങ്ങോട്ട് വന്നു. കൺസൈൻ മീൻസ് കൺസൈനിന്റെ ബുക്കിൽ ക്യാഷ് വന്നു. ബട്ട് അത് ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. ബൈ ക്യാഷ് ബൈ ഡെറ്റർ. സെയിൽ ബോത്ത് ക്രെഡിറ്റ് ക്യാഷിന്റെ എൻട്രി ചെയ്ത് ക്രെഡിറ്റിന്റെ എൻട്രി ചെയ്ത്. നൗ ഇറ്റ് ഇസ് ക്യാഷ് പെയ്ഡ്. ക്യാഷ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് കിട്ടുന്ന പൈസയാണ് ഇവിടെ നമ്മൾ കാണിക്കുക. ഇവിടെ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ ഈ ഭാഗത്ത് കിട്ടും ടു ബാലൻസ് എന്ന്. ഇത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ടു ക്യാഷ് എന്ന് എഴുതും. എൻട്രി ഓഫ് കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്ലിയർ? ആ എൻട്രിയാണ് ഇത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ക്യാഷ് സെയിലിന്റെ പൈസ ഇത്ര വന്നു, അതിൽ നിന്ന് ഇത് അവർ തരാനുണ്ട്, ഇത് അവർ തരാനുണ്ട്, ഇത് അവർ തരാനുണ്ട്. എന്നിട്ട് ബാക്കി പൈസ നമ്മൾ ആർക്ക് കൊടുത്ത്? കൺസൈനറിന് കൊടുത്തു. സോ ദിസ് ഇസ് ദ തിങ്. നേരെ റിവേഴ്സ് അല്ല വരിക. അവിടെ കൺസൈൻമെന്റ് അക്കൗണ്ട് വരുന്നതുകൊണ്ട് ഇതിലെല്ലാം ഇതൊക്കെ കൺസൈൻമെന്റ് അക്കൗണ്ടിലോട്ടാണ് ഇടുക. ബട്ട് ഹിയർ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. ക്ലിയർ? അഡ്വാൻസിന് ടു ക്യാഷ്, കമ്മീഷന് ടു, ഇതെല്ലാം ടു. എവിടെ? ഇപ്പുറത്ത് എന്ത് വരും? സെയിൽ വരും. സെയിലും ക്യാഷ് തന്നെ എഴുതാം. ബട്ട് ഹിയർ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ദ നെയിം ഡെറ്റർ. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ തിയറി പാർട്ട് നോക്കാം. തിയറി പാർട്ട് ബോർഡിൽ കാണാം. ഓക്കെ. കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനി ഓൾസോ. അപ്പൊ കൺസൈനിന്റെ ബുക്കിലും നമ്മൾ കൺസൈൻമെന്റിന്റെ ട്രാൻസാക്ഷൻസ് എഴുതണം. കൺസൈനി ഈസ് നോട്ട് കൺസേൺ വിത്ത് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെന്റ്. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് അറിയാൻ ഇയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഹി ജസ്റ്റ് സെൽ ഗുഡ്സ് ഓൺ ദ ബിഹാഫ് ഓഫ് ദി കൺസൈനറിന് വേണ്ടി ഗുഡ്സ് ജസ്റ്റ് സെൽ ചെയ്യുന്നത് മാത്രം. സോ ഹി വിൽ നോട്ട് പ്രിപ്പയർ കൺസൈൻമെന്റ് അക്കൗണ്ട്. നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യില്ല? കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല. ഇയാൾക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി? ലാസ്റ്റ് എത്ര പൈസ ഇയാൾക്ക് കൊടുക്കാനുണ്ട് എന്ന് മാത്രമേ ഇയാൾക്ക് അറിയേണ്ടുള്ളൂ. സോ ഹി വിൽ പ്രിപ്പയർ consigner's account. It is a personal account. This account is debited with consignee's expenses. See, consignee expense ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. And expense, commission, advance if any, and credited with the amount of sale. Clear ആണല്ലോ? എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. And sale is credited and credited with amount of sale. Balance represent the amount due to the consigner. ഈ ബാലൻസ് ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ക്യാഷ് എന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് ഇതിനെ ഇവിടെ കാണിക്കണം. ആൻഡ് ദ ബാലൻസ് represent the amount due to the consigner. Thus the entries on the debit side of the consignee account as prepared by the consigner appear on the credit side of അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ വരിക എന്നാ പറയുന്നത്. ബട്ട് ഹിയർ നമ്മളെല്ലാം ക്യാഷ് എന്ന് എഴുതുക, അവിടെ നമ്മളെല്ലാം കൺസൈൻമെന്റ് അക്കൗണ്ടിലോട്ടാണ് മാറ്റിയത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ താഴെ നമ്മൾ എൻട്രീസ് കാണാം. ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ നോ എൻട്രി. ഐ ഓൾറെഡി ടോൾഡ് ദാറ്റ് ഗുഡ്സ് എൻറ്റർ ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല. അഡ്വാൻസിന്റെ എൻട്രി, അഡ്വാൻസിന്റെ എൻട്രി ഇസ് ദിസ് വൺ. ക്യാഷ് അക്കൗണ്ട് ക്യാഷ് ആവാം, ബാങ്ക് ആവാം. ബിൽസ് പേയബിൾ, നേരത്തെ ബിൽ റിസീവബിൾ ആയത്, ഹിയർ ഇറ്റ് ഇസ് ബിൽസ് പേയബിൾ. കൊടുക്കാനുള്ള ആൾ, തരാനുള്ള ആളല്ലേ. ബിൽസ് പേയബിൾ. കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ടു ബാങ്ക് ബിൽസ് പേയബിൾ. ഇനി പേയ്മെന്റ് ഓഫ് എക്സ്പെൻസിന്റെ എൻട്രി ഇടും. ദാ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ. നൗ ഇറ്റ് ഇസ് സെയിലിന്റെ എൻട്രി. സെയിലിന്റെ എൻട്രി എന്താണോ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിലോട്ട് പോകും ടു കൺസൈനർ. ക്ലിയർ? ഇനി കമ്മീഷന്റെ എൻട്രി ഹിയർ. കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. നൗ ഫോർ സെൻഡിങ് ദ ബാലൻസ്, ഈ ബാലൻസിന്റെ എൻട്രി ക്യാഷ് ആയി കൊടുക്കുന്നുണ്ടെങ്കിൽ കൺസൈനർ ടു
ക്യാഷ്. ഇല്ലെങ്കിൽ അവിടെ ബാലൻസ് ചെയ്ത് ഇട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരുവാണ്. ഞങ്ങൾ നേരത്തെ ഒരു അജയിൻ്റെയും സുരേഷിൻ്റെയും കണക്ക് ചെയ്തില്ലേ, അതേ കണക്കിൽ ഇൻ ദ ബുക്ക് ഓഫ് സുരേഷിൻ്റെ ബുക്കിൽ അക്കൗണ്ടും ജേണൽ എൻട്രിയും നിങ്ങൾ വരയണം. ക്ലിയർ? പോസ് പ്രസ് ചെയ്തോ, നിങ്ങൾ വരയാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ അപ്പം ഞാനത് എഴുതി തരുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ്റെ ജേണൽ എൻട്രി ബോർഡിൽ കാണാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും പോസ് പ്രസ് ചെയ്തിട്ട്. സോ നൗ ദ സൊല്യൂഷൻ ഇസ് ദർ ഓൺ ദ ബോർഡ്. സൊല്യൂഷൻ കാണുന്നുണ്ടല്ലോ. ഫസ്റ്റത്തെ എക്സ്പെൻസിൻ്റെ എൻട്രി ആണ്. കൺസൈനറിന്റെ പേര് അജയ് ആണ്. സോ അജയ് അക്കൗണ്ട് എറ്റർ ടു ക്യാഷ്. ദെൻ സെയിലിന്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു അജയ്. ദെൻ കമ്മീഷന്റെ എൻട്രി അജയ് അക്കൗണ്ട് എറ്റർ ടു കമ്മീഷൻ. ദെൻ ലാസ്റ്റ് ബാലൻസ് ഇവിടെ പേ ചെയ്ത പോലെ കാണിക്കുന്നത് കൊണ്ടാണ് അജയ് അക്കൗണ്ട് എറ്റർ ടു ക്യാഷ് വന്നത്. ഓക്കെ ക്ലിയർ? നൗ ഇതിന്റെ അക്കൗണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ എൻട്രി ഇസ് ദെയർ ഓൺ ദ ബോർഡ്. ഈ കണക്കും നിങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ okay 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 now going to discuss about the commission. What is commission? കൺസൈനർക്ക് വേണ്ടി സെയിൽ നടത്തുമ്പോൾ കൺസൈനിക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. കൺസൈൻമെന്റ് ഏറ്റെടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണോ? കമ്മീഷൻ കിട്ടാൻ വേണ്ടി. സോ ദാറ്റ് ഇസ് എ കമ്മീഷൻ. Mainly there are three type of commissions. One is normal, adine ordinary commission nu vilikum. Then it is del credit commission and overriding commission. Normal commission is very simple. Ingine thera sale inde 15% is commission. That directly parayum. It is usually calculated as a percentage on the sale. Sale nu parna gross sale aane. Onnum parayunnillengi കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ഗ്രോസ് സെയിൽ. ദാറ്റ് ഇസ് ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ. അതിൻ്റെ മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഗ്രോസ് സെയിലിന്. അപ്പോൾ ഗ്രോസ് സെയിലിൻ്റെ ഒരു പെർസെൻറ്റേജ് പോലെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണിത്? നമുക്ക് അതിനെ നമ്മൾ എന്ത് വിളിക്കും? നോർമൽ എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ ചെയ്ത അജയിൻ്റെ കണക്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് 5% ഓൺ സെയിലിന്. അതായത് അവിടെ ഏതാണോ കമ്മീഷൻ? ഇറ്റ് ഇസ് നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി കമ്മീഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ കമ്മീഷന്റെ പേരാണ് ഡെൽ ക്രെഡർ കമ്മീഷൻ. സി അങ്ങനെ ദിസ് കമ്മീഷൻ വിൽ ബി ദർ. ഇറ്റ് ഈസ് എൻ അഡീഷണൽ കമ്മീഷൻ. അത് ഒരു അഡീഷണൽ കമ്മീഷൻ ആണ്. ഇത് കൂടാണ്ട് ഒരു അഡീഷണൽ കമ്മീഷൻ. ഇറ്റ് ഈസ് എൻ അഡീഷണൽ കമ്മീഷൻ. എന്തിനാണോ ഈ അഡീഷണൽ ആയിട്ട് കമ്മീഷൻ കൊടുക്കുന്നതെന്ന് അറിയോ? അതിന് നമ്മളിത് ഇവിടെ നോക്കാം. നമ്മളെ കണക്കിൽ നമ്മളെ എക്സാമ്പിൾ മിസ്റ്റർ എ ആണ് കൺസൈനർ, മിസ്റ്റർ ബി ആണ് കൺസൈനി. സോ മിസ്റ്റർ ബി ഇങ്ങനെ ഗുഡ്സ് ഇങ്ങനെ ഇയാളെ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ? ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഗുഡ്സ്. ഈ ഫോർവേഡ് ചെയ്ത ഗുഡ്സ് മിസ്റ്റർ ബി ഇങ്ങനെ ആൾക്കാർക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, സെയിൽ രണ്ട് തരത്തിലാവാം അല്ലേടോ? ക്യാഷിനും സെയിൽ ചെയ്യാം, ക്രെഡിറ്റിനും സെയിൽ ചെയ്യാം. ക്യാഷിന് സെയിൽ ചെയ്താൽ പ്രശ്നമില്ല, പൈസയുടെ കിട്ടും, ആ പൈസയുടെ കൊടുക്കും. ഓക്കെ, ക്രെഡിറ്റിന് സെയിൽ ചെയ്തു എന്ന് വെച്ചോ, ക്രെഡിറ്റിന് രണ്ടാൾക്ക് കൊടുത്ത്, മിസ്റ്റർ വൈക്കും കൊടുത്ത് മിസ്റ്റർ സെഡിനും കൊടുത്ത്. മിസ്റ്റർ വൈ കുറച്ച് കഴിഞ്ഞപ്പോൾ പൈസ കൊടുത്ത് ഇവർക്ക്, അത് ഇയാൾ ഇവിടെ കൊടുത്ത്. പക്ഷെ മിസ്റ്റർ സെഡ് ഉണ്ടല്ലോ 10,000 രൂപേൻ്റെ സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ ആർക്കാണോ നഷ്ടം? ബിക്കാണോ എക്കാണോ? ഏക്കാണ്. ബിക്കോസ് ഇയാൾ ഒന്നും ഏറ്റെടുക്കൂല, ഇയാൾ ഒരു ബാധ്യതയും തലയിൽ ഏറ്റെടുക്കില്ല. സോ എവറിത്തിങ് വിൽ ആര് ഏറ്റെടുക്കണം? സോ ഈ നഷ്ടം 10,000 ആര് സഹിക്കണം? ഈ ബാഡ് ഡെറ്റിന് നമുക്ക് കിട്ടാത്തതിന് എന്താണ് പറയാ? ബാഡ് ഡെറ്റ് അല്ലേ? ഈ ബാഡ് ഡെറ്റ് 1000 ആര് തന്നെ ബിയർ ചെയ്യണം? ആര് സഹിക്കണം? മിസ്റ്റർ എ തന്നെ സഹിക്കണം. ദിസ് ഇസ് എ നോർമൽ പ്രോസസ് ഓഫ് കൺസൈൻമെന്റിൽ നടക്കുന്ന നോർമൽ തിങ് ആണിത്. മിസ്റ്റർ ബി കൺസൈനി ക്രെഡിറ്റിന് സാധനം വിറ്റാൽ അവിടെ ചാൻസ് ഓഫ് ബാഡ് ഡെറ്റ് ഉണ്ടാവും. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത പൈസ. സോ ബാഡ് ഡെറ്റിന്റെ നഷ്ടം ശരിക്കും ആരാണ് സഹിക്കുക? മിസ്റ്റർ എ ആണ് സഹിക്കുക. ഓക്കെ, ബട്ട് ഇൻ സം കേസസ് മിസ്റ്റർ ബി എന്ത് പറയുന്ന അറിയാടോ? മിസ്റ്റർ ബി പറയും ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ് ഞാൻ സഹിക്കാം. ദ റിസ്ക് ഓഫ്
ബാഡ് ഡെറ്റ് ഉണ്ടാവുന്ന, അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ട് അവിടെ ബാഡ് ഡെറ്റ് ഉണ്ടാവുന്ന റിസ്ക് ഞാൻ സഹിക്കാമെന്ന് പറയും. സോ അങ്ങനെ ഉള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ സമയം ഇയാൾക്ക് കൊടുക്കുന്ന, കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷന്റെ പേരാണ് ഡെൽ ക്രെഡൽ കമ്മീഷൻ. ക്ലിയർ? ഡെൽ ക്രെഡൽ കമ്മീഷൻ. ക്ലിയർ? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ടു ബിയർ ദി റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്. റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ് നോർമലി റിസ്ക് വിൽ ഗോ ടു കൺസൈനർ ആണ്. ബട്ട് ഇങ്ങനെ ഒരു ക്ലോസ് ഇവിടെ വെച്ചാൽ ഈ റിസ്ക് ആരെടുക്കണോ? കൺസൈനി എടുക്കണം. ആ റിസ്ക് എടുക്കുന്നതിനായിട്ട് എക്സ്ട്രാ എന്ത് കൊടുക്കുന്നു? ഒരു അഡീഷണൽ കമ്മീഷൻ പേ ചെയ്യുന്നു. അതിന്റെ പേരാണ് ഡെൽ ക്രെഡെ കമ്മീഷൻ. സ്വതവേ ഇത്രയാ പറയാം, 1% ഓഫ് എന്നൊക്കെയാ പറയാം, 1% ഓഫ് സെയിൽ എന്നൊക്കെയാ പറയാം. ഇവിടെ നമ്മൾ ടോട്ടൽ സെയിലിന്റെ മേലെയാണ് ഡെൽ ക്രെഡെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? ബിക്കോസ് ഇറ്റ് ഇസ് ഹാപ്പനിങ് ഓൺ ക്രെഡിറ്റ് സെയിൽ അല്ലേ. നമ്മൾ ബാഡ് ഡെറ്റ് ഉണ്ടാവുക ഏതിന്റെ മേലെയാ? ക്രെഡിറ്റ് സെയിൽ. സോ നമുക്ക് സ്വതവേ ഡെൽ ക്രെഡൽ കമ്മീഷൻ 1% ഓൺ സെയിൽ എന്നൊക്കെ തന്നാ നമ്മളെ ശ്രദ്ധ എപ്പോഴും പോവുക, ഓ ഇറ്റ് മേ ബി ഓൺ ക്രെഡിറ്റ് സെയിലാ. ബട്ട് നോട്ട് ദ പോയിന്റ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ ഡെൽ ക്രെഡൽ കമ്മീഷൻ എന്തിന്റെ മേലെയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ സെയിൽ ആൻഡ് നോട്ട് ഓൺ ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിലിന്റെ മേലെയല്ല, ക്രെഡിറ്റ് സെയിൽ പ്ലസ് ക്യാഷ് സെയിൽ, അങ്ങനെ ടോട്ടൽ സെയിൽ ഇല്ലേ, ആ ടോട്ടൽ സെയിലിന്റെ മേലെ വേണം ഡെൽ ക്രെഡെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്ലിയർ? ഓർമ്മിച്ച് വെച്ചാൽ മതി, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഇറ്റ്സ് അഡീഷണൽ കമ്മീഷൻ ഫോർ വാട്ട്? ഫോർ ബിയറിംഗ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്. കൺസൈനിക്ക് കിട്ടുന്ന additional commission for bearing the risk of bad debt, and it is calculated on total sale and not on credit sale. Question silent aanengil you have to calculate the del credal commission on total sale. Clear? Okay, now moving on to overriding commission. Okay, things two are there. രണ്ട് things ഉണ്ട്, രണ്ട് ടെക്സ്റ്റിൽ രണ്ടെണ്ണം ഉണ്ട്. സോ ഐ എം ക്ലബിങ് ഇറ്റ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ ഇതാ കൊടുത്തിരിക്കുന്നത്. പുതിയൊരു പ്രോഡക്റ്റ് ഒക്കെ വിൽക്കാൻ വേണ്ടി, ഇപ്പം മിസ്റ്റർ എ നമ്മുടെ ആള് ഫാനല്ലേ കൊടുത്ത, ഇയാൾ ഫാനിന്റെ കൂടെ ഒരു കൂളറും കൂടെ പുതുതായിട്ട് ഉണ്ടാക്കി. സോ ഈ കൂളർ ഇസ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. സോ ന്യൂ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനെ നമ്മൾ എന്ത് വിളിക്കുക? ഓവർ റൈഡിങ് കമ്മീഷൻ, സോറി എക്സ്ട്രാ കമ്മീഷൻ അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷൻ ഫോർ സെല്ലിംഗ് ദി ന്യൂ പ്രോഡക്റ്റ്. അതിനാ നമ്മൾ സോറി ഓവർ റൈഡിങ് വിളിക്കുക. ഇനി രണ്ടാമത്തത് എന്താണെന്ന് അറിയടോ? മിസ്റ്റർ എ മിസ്റ്റർ ബിനോട് പറഞ്ഞ് ഫാനാണ്, ഫാൻ അയക്കുമ്പോൾ പറഞ്ഞ് 12 രൂപയ്ക്ക് വിറ്റിട്ട് 12 രൂപ ഒരു ഫാൻ. അയ്യോ ഭയങ്കര കുറഞ്ഞുപോയി. ഒരു ഫാനിന് ഓക്കെ, ഒരു ഫാനിന് 3200 റുപ്പീസിൻ്റെ, അത് നമ്മൾ 4 ലീഫുള്ള ഫാനാണ് വെച്ചോ. സോ ഇറ്റ്സ് 3200-ന് ഒരു ഫാന് 3200 വെച്ച് വിൽക്കണം എന്ന് പറഞ്ഞു. മിസ്റ്റർ ബി ഭയങ്കര ബ്രില്യൻറ്റ്, ഭയങ്കര സെയിൽസ്മാൻ. ഹി സോൾഡ് ഇറ്റ് ഫോർ 3500. മിസ്റ്റർ എ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രക്ക് വിറ്റിട്ടുണ്ടാവുന്ന 3200. ബട്ട് ഇയാൾ എത്രക്ക് വിറ്റ്? 3500. മിസ്റ്റർ എ എന്തായി? ഭയങ്കര ഹാപ്പി റൈറ്റ്? ഹാപ്പി ആവില്ലേ? 200 പ്രതീക്ഷിച്ചെടുത്ത് 500 കിട്ടിയില്ലേ? സോ ഈസ് വെരി ഹാപ്പി. ഈ ടൈമിൽ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ പറഞ്ഞ പ്രൈസിലേക്കാളും കൂടുതൽ പ്രൈസിന് ഇഫ് മിസ്റ്റർ ബിക്ക് വിൽക്കാൻ പറ്റിയെങ്കിൽ ആ സമയത്ത് അയാൾ സന്തോഷിച്ചിട്ട് കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷനെ നമ്മൾ എന്ത് പറയും? ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് വിളിക്കും. സോ ദീസ് ആർ ദി 3 type of commission. Now you can see the theory on the board. Commission for selling goods on behalf of the consignor. കൺസൈനർക്ക് വേണ്ടി ഗുഡ്സ് വിൽക്കാൻ വേണ്ടി the consignee is entitled to a commission. കൺസൈനിക്ക് ഒരു കമ്മീഷൻ കിട്ടും. It is generally a fixed percentage or sale in a fixed percentage ആയിരിക്കും. Okay, now commissions are divided into 3 types. Ordinary, normal വിളിക്കും, del crede and overriding. Clear? Now moving to ordinary commission. Unless otherwise mentioned, ഒന്നും പറയുന്നില്ലെങ്കിൽ, ഡെൽ ക്രെഡിലിനെ പറ്റിയിട്ടും ഓവർ റൈഡിങ്ങിനെ പറ്റിയിട്ടും ഒന്നും പറയുന്നില്ലെങ്കിൽ, ഇറ്റ് വിൽ ബി ഓർഡിനറി കമ്മീഷൻ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓൺ സെയിൽ. സെയിൽ എന്ന് പറഞ്ഞാൽ
മീൻസ് ക്രെഡിറ്റ് ആൻഡ് ക്യാഷ് ആഡ് ചെയ്തിട്ടുള്ള സെയിലായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, നൗ ഡെൽ ക്രെഡെ കമ്മീഷൻ. ഇറ്റ് ഈസ് എൻ അഡീഷണൽ കമ്മീഷൻ and it is paid to the consignee for bearing the risk of bad debt. Bad debt in the risk bear cheyyunnanu edukkunnathu out of credit sale of the consignment good. Del credit commission is calculated on total sale and not merely on credit sale unless otherwise specified in the question. Any question il credit sale kaananam nu parnja ningal endil kaanam, credit sale kaananam. Now moving on to overriding commission. It is an extra commission in addition to normal commission. It is an extra thing and adil textbook il koduttirikkunnathu this commission is generally offered when new type of goods is introduced or when a new market is to be won. പുതിയ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ ഓർമ്മിച്ചോ ഈ ഒരു കോൺസെപ്റ്റ്. ഇത് 3200 റുപ്പീൻ്റെ ഫാന് 3500 വിറ്റ് ഇയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊടുക്കുന്ന സംഭവത്തിന് വിൽ കോൾ ഇറ്റ് ആസ് ഓവർ റൈഡിങ് കമ്മീഷൻ. Clear? Okay. Next is bad debt. Okay. Now I am drawing a consignment account. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൺസൈൻമെന്റ് അക്കൗണ്ട് വരയാൻ അറിയാം. കൺസൈൻമെന്റ് 2 ചേർക്കണം, പേര് എഴുതണം. ഓക്കെ, നോട്ട് ഗോയിങ് ടു റൈറ്റ് ദ ഹോൾ ഫോമാറ്റ്. ഞാൻ ഇവിടെ ഒറ്റൊരു സാധനം എഴുതുന്നുള്ളൂ. ടു കൺസൈനി, അതായത് നമ്മളെ എക്സ്പെൻസിൻ്റെ എൻട്രി. എക്സ്പെൻസ് ഇവിടെ നമ്മൾ എക്സ്പെൻസ് ഒക്കെ മെൻഷൻ ചെയ്യും. കൺസൈനിക്ക് ചിലവായ കാരേജ്, ഗോഡൗണിൻ്റെ റെന്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ എഴുതലില്ലേടോ. അറിയാത്തവർ മറിച്ചിട്ട് നോക്കിയിട്ട് ആ എൻട്രി കണ്ടുപിടിച്ചിട്ട് ഒന്ന് തറവാക്കിയിട്ട് ഇവിടെ വരാം. ഓക്കെ, നൗ ലെറ്റ്സ് അസ്യൂം ഇൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു. കൺസൈനിൻ്റെ എക്സ്പെൻസിൽ ക്വസ്റ്റ്യനിൽ തരുമല്ലോ. കൺസൈനിൻ്റെ എക്സ്പെൻസിൽ കാരേജ് ഉണ്ട്, റെന്റ് ഉണ്ട്, ബാഡ് ഡെറ്റും ഉണ്ട് എന്ന് പറയും. 1000 രൂപേന്റെ ബാഡ് ഡെറ്റ് ഓൾസോ ദർ. ബാഡ് ഡെറ്റ് ഒരു എക്സ്പെൻസ് ആണല്ലോടോ. ഓക്കെ, ബാഡ് ഡെറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. സോ നോർമലി ഈ ബാഡ് ഡെറ്റ് ആരാടോ സഹിക്കേണ്ടത്? കൺസൈനർ അല്ലേ. സോ ഈ എക്സ്പെൻസ് ആര് ബെയർ ചെയ്യണം? കൺസൈനർ. സോ നമ്മൾ ഇവിടെ എക്സ്പെൻസിന്റെ കൂട്ടത്തിൽ തന്നെ എന്തെഴുതും? ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ ഇവിടെ കാണിക്കും. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനിൽ ബാഡ് ഡെറ്റ് കൺസൈനിന്റെ എക്സ്പെൻസിന്റെ കൂട്ടത്തിൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ, ബാഡ് ഡെറ്റ് എന്താണെന്ന് അറിയാം, ക്രെഡിറ്റ് സെയിലിൽ വരുന്ന കിട്ടാത്ത കടം. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി കൺസൈനിന്റെ എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളിവിടെ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എക്സ്പെൻസിന്റെ കൂട്ടത്തിൽ കാണിക്കണം. ക്ലിയർ? ഇതുവരെ ഒരു സംശയമില്ലല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുന്നേ ഡെൽ ക്രെഡെ കമ്മീഷൻ എല്ലാവരും മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, സെയിം ക്വസ്റ്റ്യനിൽ ഓക്കെ ഇവിടെ ബാഡ് ഡെറ്റ് ഇപ്പം ഞാൻ എഴുതുന്നില്ല. ഇതേ ക്വസ്റ്റ്യൻ ബാഡ് ഡെറ്റ് ഇസ് ദർ 1000. ഇത് ക്വസ്റ്റ്യനിൽ കമ്മീഷന്റെ ഭാഗത്ത് പറയുന്ന ഡെൽ ക്രെഡർ കമ്മീഷൻ 1% on so and so. So ക്വസ്റ്റ്യനിൽ ഡെൽ ക്രെഡിൽ കമ്മീഷൻ ഇസ് ദർ. ഡെൽ ക്രെഡിൽ കമ്മീഷൻ എന്തിനാണ് കൊടുക്കുന്നത്? കൺസൈനി ഏതിന്റെ റിസ്ക് ബിയർ ചെയ്യുമ്പോൾ? റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്. ഈ ബാഡ് ഡെറ്റ് ഉണ്ടായാൽ ആ റിസ്ക് ഞാൻ എടുത്തോളാം അങ്ങനെ പറയുമ്പോൾ കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് എന്ത് കമ്മീഷൻ? ഡെൽ ക്രെഡെ കമ്മീഷൻ. ഡെൽ ക്രെഡെ കമ്മീഷനുള്ള ക്വസ്റ്റ്യനിൽ ബാഡ് ഡെറ്റ് വന്നാൽ നമ്മൾ ഇവിടെ എഴുതാൻ പാടില്ല. ക്ലിയർ? ബിക്കോസ് അത് ആരല്ല ബെയർ ചെയ്യുന്നത്? ഇത് കൺസൈനറുടെ ബുക്കാണ്. സോ ഇറ്റ്സ് നോട്ട് ബോൺ ബൈ ദി കൺസൈനർ. സോ ഇത് ഡെൽ ക്രെഡിൽ കമ്മീഷന്റെ കേസിൽ ക്വസ്റ്റ്യനിൽ ബാഡ് ഡെറ്റ് കൺസൈനിന്റെ എക്സ്പെൻസിൽ വന്നാൽ that should not be shown here. Clear? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എക്സ്പെൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണിക്കാൻ പാടില്ല. Hope now it is clear for you. ബാഡ് ഡെറ്റിന്റെ കേസിൽ നോർമലി ബാഡ് ഡെറ്റ് കൺസൈനിന്റെ എക്സ്പെൻസിന്റെ കൂട്ടത്തിൽ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റം ആണ്. ബട്ട് ഡെൽ ക്രെഡിൽ കമ്മീഷൻ വന്നാൽ പർട്ടിക്കുലർ ബാഡ് ഡെറ്റ് ഇവിടെ വരാൻ പാടില്ല. ഓക്കെ okay now very important topic, moving on to a very important topic, valuation of closing stock. Okay, valuation of closing stock idipo thalkalam nokkanda. See here, look here, again the same example, Mr. A and it's Mr. B. He is the consigner and he is the consignee. I am not going to repeat it. Mr. A is the consigner.
ഈ ചാപ്റ്റർ തീരുന്ന വരെ ആരാണ് കൺസൈനർ ആൻഡ് പി എസ് സി കൺസൈനി. ഓക്കെ, ലെറ്റ് സി. വൈൽ സെൻഡിങ് ഗുഡ്സ് ഒക്കെ ഉണ്ട്, ഈസ് ഇൻകറിങ് സം എക്സ്പെൻസസ്, റൈറ്റ്? കുറേ എക്സ്പെൻസസ് ഇയാൾ ഇൻകർ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ആൻഡ് മിസ്റ്റർ ബി ഓൾസോ ഇൻകറിങ് സം എക്സ്പെൻസസ്, റൈറ്റ്? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗുഡ്സ് ഇവിടെ എത്തി. ഓക്കെ, ഇത് മിസ്റ്റർ ബീൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടാണെന്ന് വെച്ചോ. ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വരെ ഇവിടുന്ന് അയച്ച ഈ ഫാൻ ഉണ്ടല്ലോ, ഇവിടെ എത്തുന്ന വരെയുള്ള ചാർജസ്. ഓക്കെ, ഇവിടെ എത്തുന്ന വരെയുള്ള ചാർജസ് മാത്രമേ സ്റ്റോക്ക് വാല്യുവേഷനിൽ പരിഗണിക്കുകയുള്ളൂ. എന്താ സംഭവം എന്ന് ആർക്കും പിടികിട്ടില്ല. എനിവേ, ഞാൻ പറയുന്നത് മാത്രം കേൾക്കാം. ഓക്കെ, മിസ്റ്റർ എന്റെ എക്സ്പെൻസ് എല്ലാം, മിസ്റ്റർ എ കൺസൈനർ എക്സ്പെൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്ക് വാല്യുവേഷനിൽ കാണിക്കണം. എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം, ജസ്റ്റ് നിങ്ങൾ ഓർമ്മിക്കുക. കൺസൈനറിന്റെ എക്സ്പെൻസ് എല്ലാം നമ്മൾ സ്റ്റോക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെ കൺസിഡർ ചെയ്യും? കൺസൈനർ എക്സ്പെൻസ് എല്ലാം കൺസിഡർ ചെയ്യും. ബട്ട് കൺസൈനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് ഉണ്ടല്ലോടോ, അതായത് ഇവിടെ ഇയാൾക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് എല്ലാം ഞാൻ കൺസിഡർ ചെയ്യൂല. ഈ ഫാന് ഇയാളുടെ ഷോപ്പിന് മുന്നിൽ എത്തുന്നത് വരെയുള്ള എക്സ്പെൻസ് മാത്രമേ ഞാൻ സ്റ്റോക്ക് വാല്യുവേഷന് കൺസിഡർ ചെയ്യുകയുള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാത് നോക്കാം. ഇപ്പോൾ ഫാൻ ഇവിടെ എത്തി, ഒരു ഷോപ്പ് മനസ്സിൽ കണ്ടേ. ഷോപ്പിന് മുന്നിൽ കുറേ സാധനം ലോറിയിൽ നിന്ന് ഇറക്കുമ്പോൾ കാർട്ടേജ് കൊടുക്കണം, കൂലി കാർട്ടേജ്. ലാൻഡ് ചെയ്യാനുള്ള ചാർജ് കൊടുക്കണം. അൺലോഡിങ്, ലോറിയിൽ നിന്ന് എടുത്ത് താഴെ വെക്കണം. ക്ലിയറിങ്ങിൻ്റെ ചാർജ്, ഒക്ട്രോയ് കരം, കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചാലല്ലേ ഗുഡ്സ് ഇയാളെ ഈ ഷോപ്പിന്റെ മുന്നിൽ എത്തുള്ളൂ. ആൻഡ് കാരേജ് ഇൻവേർഡ്. ഓക്കെ, അവിടെ വരെ കാരേജ് ചെയ്യാനുള്ള സംഭവങ്ങൾ. സോ ഈ ഷോപ്പിന് ഇപ്പം ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇത് എവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുക? വെയർ ഹൗസിൽ. അപ്പൊ ഗോഡൌണിന് റെന്റ് കൊടുക്കും. ഗോഡൌണിന്റെ റെന്റ് സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ പെടാൻ പാടില്ല. ഇത് ഗോഡൌണിൽ എത്തി വിൽക്കാൻ വേണ്ടി അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. അഡ്വർടൈസ്മെന്റ് സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ വരാൻ പാടില്ല. കാരേജ് ഔട്ട്വേർഡ്, ഇത് ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്നിട്ട് ഇതിനെ തിരിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കാരേജ് ഔട്ട്വേർഡ്, അതും റീച്ച് ചെയ്തതിന് ശേഷം കൺസൈനിന്റെ അടുത്ത് ഗുഡ്സ് എത്തിയതിന് ശേഷമുള്ള പ്രോസസ്സിൽ വരുന്ന എക്സ്പെൻസുകളൊന്നും സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ വരാൻ പാടില്ല. ക്ലിയർ? ഗോഡൌണിന്റെ റെന്റ് എത്തിയതിന് ശേഷം സ്റ്റോർ ചെയ്യുന്നത് വരാൻ പാടില്ല. അഡ്വർടൈസ്മെന്റ് ഇയാളുടെ അടുത്ത് എത്തിയതിന് ശേഷം ചെയ്യുന്നത് നോ. കാരേജ് ഔട്ട്വേർഡ് നോ. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് നോ. ഇൻഷുറൻസ് ചാർജ് നോ. വെയർ ഹൗസ് ചാർജ് നോ. എനി അതർ സെല്ലിംഗ് എക്സ്പെൻസ് നോ. സോ എവറി എക്സ്പെൻസ് ഓഫ് ദി കൺസൈനർ, കൺസൈനറിന്റെ എല്ലാ എക്സ്പെൻസും സ്റ്റോക്ക് വാല്യുവേഷനിൽ കൺസിഡർ ചെയ്യണം. ബട്ട് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ ഓക്കെ നോൺ റെക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ മാത്രമേ നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷന് എടുക്കുകയുള്ളൂ. ഓക്കെ, here it is non-recurring expense and this is recurring. ഓക്കെ, നിങ്ങളത് വലിയ സംഭവമൊന്നും വേണ്ട. നിങ്ങൾ ഏകദേശം ഇതൊന്നും നിങ്ങൾ മാക്സിമം വരുന്ന ഐറ്റംസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് മാത്രമേ വരുള്ളൂ. സോ ഇറ്റ് ഇസ് നോൺ റെക്കറിങ് ആൻഡ് റെക്കറിങ് എക്സ്പെൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ റെക്കറിങ് എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചാൽ മതി, ഈ സാധനം ഈ നോൺ റെക്കറിങ്ങിന് വേറെ കുറേ മീനിങ്, ഇതുപോലെ ഡിഫറൻസ്, അങ്ങനെ ഭയങ്കരമായ വലിയ ടോപ്പിക്കാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിലിംഗ് ആൻഡ് ഓൾ. സോ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പോകുന്നില്ല. നൗ നിങ്ങളടുത്ത് ഞാൻ പറയുന്നത് ഈ മിസ്റ്റർ ബി കൺസൈനിന്റെ ഷോപ്പിന്റെ മുന്നിൽ ആ സാധനം കൺസൈനിന്റെ അടുത്ത് എത്തുന്നത് വരെയുള്ള ചാർജസ് സ്റ്റോക്ക് വാല്യുവേഷന്റെ പാർട്ടായിരിക്കണം. അത് ഏതൊക്കെയാ? കാർട്ടേജ്, ലാൻഡിംഗ് ചാർജ്, അൺലോഡിംഗ് ചാർജ്, ക്ലിയറിംഗ് ചാർജ്, ഒക്ട്രോയി, കസ്റ്റംസ് ഡ്യൂട്ടി, കാരേജ് ഇൻവേർഡ്. ആൻഡ് ഇൻ സം ക്വസ്റ്റ്യൻസ് ഇറ്റ് ഇസ് സിംപ്ലി ഗിവൺ ആസ് കാരേജ്. കാരേജ് വെറുതെ തന്നാൽ അത് കാരേജ് ഇൻവേർഡ് ആൻഡ് സ്റ്റോക്ക് വാല്യുവേഷന്റെ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യണം. ബട്ട് കൺസിഡർ ചെയ്യേണ്ടാത്ത എക്സ്പെൻസ് ഏതല്ല? ഇയാളടുത്ത് എത്തി പിന്നെ ഇയാൾ നടത്തിയിരിക്കുന്ന എക്സ്പെൻസ്, ദാറ്റ് ഇസ് ഗോ ഡൗൺ റെന്റ്, അഡ്വർടൈസ്മെന്റ്, കാരേജ് ഔട്ട്വേർഡ്, എസ്റ്റാബ്ലിഷ്മെന്റ്, ഇൻഷുറൻസ് ചാർജ്, വെയർ ഹൗസ് ആൻഡ് എനി അതർ സെല്ലിംഗ് എക്സ്പെൻസ്. എന്തിൽ വരാൻ പാടില്ല? സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ നമ്മൾ പരിഗണിക്കത്തില്ല. ബട്ട് ഇതോ
ഇത് വേണം. പിന്നെ ഏതാ വേണ്ട? കൺസൈനർക്ക് ഉണ്ടാകുന്ന ഏതൊരു എക്സ്പെൻസ് ആയിക്കോട്ടെ അവിടെ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾ എന്ത് ചെലവാക്കിയാലും അത് സ്റ്റോക്ക് വാല്യുവേഷനിൽ വരണം. ബട്ട് ഇയാളുടെ കേസിൽ മാത്രം ഈ രണ്ടെണ്ണം ഓർമ്മിക്കുക. ഓക്കെ, ലെക്ചർ നോട്ടിൽ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചോ. ഓക്കെ, ഇനി ഞാൻ ഇത് ഈ ഭാഗം അയക്കുവാണേ. ഓക്കെ ഓക്കെ, ഇനി ഞാൻ സ്റ്റോക്ക് വാല്യുവേഷനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റോക്ക് വാല്യുവേഷനെ പറ്റി പറയുന്നതിനേക്കാളും മുന്നേ കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതും, റൈറ്റ്? ഇപ്പൊ അജയന്റെ സുരേഷിന്റെ കണക്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് നോട്ട് ദർ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കൺസൈനർ അയച്ച ഗുഡ്സ് കൺസൈനിന്റെ അടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കാണ്ട്. ഇപ്പം he sent 1000 and he sold only 800, so 200 യൂണിറ്റ് ആയിരിക്കും എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഇതിന് എങ്ങനെ വാല്യൂ, ഇതിന്റെ വാല്യൂ ഇവിടെ എഴുതണല്ലോ. 200 രൂപ എത്ര റുപ്പീസിന്റെ ആണ് ഈ 200 യൂണിറ്റ്സ് ബാക്കി. സോ ഇതിന്റെ വാല്യുവേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഇവിടെ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്കിന് ഇവിടെ ഒരു എമൗണ്ട് വേണമല്ലോ. ആ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. സോ ആ എമൗണ്ട് എങ്ങനെ വരുന്നത്? ഹി സെൻഡിങ്, കൺസൈനർ സെൻഡ് ചെയ്ത എല്ലാ ഗുഡ്സും കൺസൈനി സെയിൽ ചെയ്തിട്ടില്ല. ഹി സോൾഡ് ഓൺലി 800. സോ ബാക്കി 200 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ, ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇതാണ് ചെയ്യാൻ പോകുന്നത് ഇത്. ഓക്കെ, നൗ ഓക്കെ, സി ഹിയർ ഐ ആം റൈറ്റിംഗ് ഹിയർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്ന സംഭവം ഇവിടെ എഴുതാൻ പോകുന്നത്. കോസ്റ്റ് പ്രൈസ് ഓഫ് അൺസോൾഡ് ഗുഡ്സ്. ഒന്നും അനങ്ങണ്ട, ജസ്റ്റ് കേട്ടാൽ മതി. ഓക്കെ, ആഡ്, ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം എക്സ്പെൻസ് ഓഫ് കൺസൈനർ. കൺസൈനർക്ക് ഉണ്ടായ എല്ലാ എക്സ്പെൻസും ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ഒരു വേർഡ് കാണാം, പ്രപ്പോർഷനേറ്റ്. Proportionate expense of the consignor. Leave it, we will tell what is this and all. Proportionate expense of the consignor ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. Then add കൺസൈനിന്റെ ഏത് മാത്രമേ എടുക്കൂ? നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്. കൺസൈനിന്റെ നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനി. അവിടെ ഏത് വേർഡ് കാണാടോ? പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി. ക്ലിയർ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമോ? വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ? ജസ്റ്റ് അഗെയിൻ റിപ്പീറ്റിംഗ് ദിസ് തിങ്. എന്നിട്ട് എന്താ ഏതാ ഞാൻ പറയാം. ഇറ്റ്സ് എ കോസ്റ്റ് പ്രൈസ് ഓഫ് അൺസോൾഡ് ഗുഡ്സ്. ബാക്കിയുള്ള ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ്. സി ഹിയർ 1000 റുപ്പീസിന്റെ മിസ്റ്റർ എ, 1000 റുപ്പീസിന്റെ റുപ്പി 100 ഉള്ള 100 രൂപ, സോറി 1000 തിങ് 1000 യൂണിറ്റ്സ്, ഒരു യൂണിറ്റിന്റെ വില ₹100 ആൻഡ് ദിസ് സെൻഡ് ടു മിസ്റ്റർ ബി. അതിൽ 800 ഹി സോൾഡ് ഫോർ ₹120. സോ 20 രൂപ എക്സ്ട്രാ മീൻസ് 20 രൂപ പ്രോഫിറ്റിന് വിറ്റു. ആൻഡ് 200 ഇസ് ദി ബാലൻസ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ അൺസോൾഡ്, റൈറ്റ്? അൺസോൾഡ്, സെല് ചെയ്യാണ്ട് ബാക്കിയുള്ളത് 200. അപ്പൊ ഇവിടെ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് ഓഫ് അൺസോൾഡ് ഗുഡ്സ്. ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണോ? 100 ആണോ 120 ആണോ? 100. ഇത് ഇൻവോയ്സ് പ്രൈസ് ബിക്കോസ് ഇവിടെ ഏതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സോ വാട്ട് ഇസ് ദ കോസ്റ്റ് പ്രൈസ്? 1000. കോസ്റ്റ് പ്രൈസ് ഓഫ് അപ്പൊ 100 ഓഫ് അൺസോൾഡ് ഗുഡ്സ്. അൺസോൾഡ് ഗുഡ്സ് എത്രയാ? 200. അപ്പൊ ഇവിടെ എത്ര എമൗണ്ട് വരും? 200 into 100 20,000. ക്ലിയർ? 20,000 ഇവിടെ വരും. ക്ലിയർ ആണല്ലോ? കോസ്റ്റ് പ്രൈസ് ഓഫ് അൺസോൾഡ് ഗുഡ്സ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതൊക്കെ ശരിയാക്കാം. പ്ലസ് പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ. എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ എന്ന് പറഞ്ഞാൽ കൺസൈനർ എക്സ്പെൻസ് എന്തും ആയിക്കോട്ടെ, റെന്റ്, പാക്കേജ്, ഇൻഷുറൻസ്, വാട്ട് എവർ. ഇപ്പൊ 100
200, 300 ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യാം. എത്ര ഉണ്ടോ? ഓക്കെ, 600. അപ്പോൾ 600 റുപ്പീസ് ആണ് സംഭവം. ഓക്കെ, ഈ 600 റുപ്പീസ് 1000 യൂണിറ്റ് അയച്ചു, 200 ബാലൻസ്, റൈറ്റ്? 200 അല്ല അൺസോൾഡ്. ഇതിന്റെ പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം. ഈ 600 എന്ന് പറഞ്ഞാൽ എത്രേൻ്റെ ആടോ? 1000ൻ്റെ അല്ലേ? നമുക്ക് ഇനി എത്രേൻ്റെ വേണ്ടു? 200. അപ്പം 600 രൂപ 1000 യൂണിറ്റ് സെൻഡ് ചെയ്യാനാണെങ്കിൽ ഒരു യൂണിറ്റ് സെൻഡ് ചെയ്യാൻ എത്രയാടോ? 600 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 200ൻ്റെ എത്രയാ? ഇത്രയേ ഉള്ളൂ. 6000 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 200. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചില ആൾ അതിൻ്റെ പ്രപ്പോർഷൻ എടുക്കും. അപ്പോൾ 200 യൂണിറ്റ് ബാക്കി, മൊത്തം 1000. അപ്പം എത്രയുണ്ട് എന്നൊക്കെ നോക്കി 2/10 അങ്ങനെയൊക്കെ എഴുതുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, എനിവേ വി വിൽ യൂസ് ദിസ് തിങ്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അതാണ് ഈ പ്രപ്പോർഷനേറ്റ് എന്ന് പറയുന്നത്. പ്രപ്പോർഷനേറ്റ് അതായത് അൺസോൾഡിന് കണക്കായിട്ടുള്ള മാത്രം ഇവിടെ എഴുതിയാൽ മതി. അതേപോലെ തന്നെ അൺസോൾഡിന് മാത്രം പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെക്കറിങ് ഇവിടെ എഴുതിയാൽ മതി. ദിസ് ഇസ് നോട്ട് എ ബിഗ് തിങ്. ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പം ദിസ് ഇസ് ദ ഫോമാറ്റ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ശ്രദ്ധിക്കാം, എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ എല്ലാം ഇവിടെ ആഡ് ചെയ്യും. ബട്ട് നോൺ റെക്കറിങ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ ആഡ് ചെയ്യത്തുള്ളൂ. ക്ലിയർ? നൗ ഐ ആം ഗോയിങ് ടു read the theory part. You can see it on the board. At the end of the accounting year, part of the good consigned may remain unsold with the consignee. നേരത്തെ പറഞ്ഞ 200 രൂപയുടെ ഗുഡ്സ് 200 യൂണിറ്റ് ഗുഡ്സ് അൺസോൾഡ് ആയിട്ട് കൺസൈനീൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, on receiving the account sale, what is account sale? Consignee അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്? കൺസൈനർക്ക്. അതിൽ നിന്നാണ് ആർക്ക് മനസ്സിലായത് 200 യൂണിറ്റ് ഇനിയും ബാക്കിയുണ്ട് എന്ന്? കൺസൈനർക്ക് ക്ലിയർ ആയത്. കൺസൈനർ വിൽ കം ടു നോ ദ അൺസോൾഡ് സ്റ്റോക്ക് ലൈങ് വിത്ത് ദി കൺസൈനി. ഈ അൺസോൾഡ് ഗുഡ്സിനെ നമ്മൾ വാല്യൂ ചെയ്തിട്ട് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റിൽ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ അവിടെ വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഫുള്ളായിട്ടുള്ളതിൻ്റെ എന്താ പ്രിസൈസ് ആയിട്ടുള്ള ക്രസ് മീനിങ് ഇസ് ദാറ്റ് ഓൾ ദി എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ എടുക്കണം. റെക്കറിങ് ആയിക്കോട്ടെ നോൺ റെക്കറിങ് ആയിക്കോട്ടെ, ബട്ട് ഓൺലി നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. തിയറി വേണ്ടവർ എഴുതിയെടുക്കുക. ഇനി ഞാൻ നോട്ട് അയക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, നൗ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൊമാറ്റ് പോലെ കാണാം. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് അൺസോൾഡ്, ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ, പിന്നെ ആഡ് പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനി. യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് സ്റ്റോക്ക്. ക്ലിയർ? ഇനി നമുക്കൊരു ഈസി എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ബിക്കോസ് സം ഡിഫിക്കൽട്ട് തിങ്സ് ആർ ദർ. ഇതിങ്ങനെ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ബട്ട് നമുക്ക് ആദ്യം നമ്മളൊരു ഈസി എക്സാമ്പിൾ നോക്കാം. ഓക്കെ, യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ. Muthu of Chennai sent. So Muthu is the consignor. 100 cycle of rupees 1200 to Jayaraj. So Jayaraj is the consignee and Muthu paid. Consignor paid. Muthu paid 2,000 loading, 1,500 freight and insurance. So he paid 2,000, 1,500 and 500. Okay. And Jayaraj spent. Jayaraj in the spent. Jayaraj is the consignee. Consignee ആണെങ്കിൽ നമ്മൾ നോൺ റെക്കറിങ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. റെക്കറിങ് എടുക്കാൻ പാടില്ല. ഓക്കെ, ലെറ്റ്സ് സി. Cartage is non-recurring. Then loading unloading is non-recurring. Go down is recurring. Then selling expense is recurring. So ഇതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ
പാടില്ല. At the end of the accounting period, 250 cycle remained unsold. So unsold part 250. Okay. And selling prices 1600. Okay. Now let's see how to value the closing stock. എന്താ നമ്മൾ ആദ്യം എഴുതടോ? ആദ്യം എഴുതും കോസ്റ്റ് ഓഫ് അൺസോൾഡ്. അൺസോൾഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 250. കോസ്റ്റ് ഓഫ് 250 സൈക്കിളാ? 250 or 25? How much? Sorry, it's 25. Okay. 25 bicycle unsold. എത്രയാ കോസ്റ്റ്? 25 into 1200 ചെയ്യണോ? 25 into selling price ചെയ്യണോ? 25 into 1200, because here it is cost. So 25 into 1200. How much? It is 30,000, right? 30,000. Okay, add. Proportionate expenditure of Muthu, consigner. 2000 plus 1500 plus 500. എത്രയാണ് വരിക? 4000. 4000 into proportionate. ഇത് എത്ര ഗുഡ്സിൻ്റെയാ? 100 സൈക്കിളിൻ്റെയാണ് 4000, റൈറ്റ്? സോ ഒരു സൈക്കിളിന് ഡിവൈഡഡ് ബൈ, അപ്പോൾ 25 സൈക്കിളിന് ഇൻറ്റു. ക്ലിയർ? 4000 ഡിവൈഡഡ് ബൈ 100 into 25, we will get 1000. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് ജയരാജ്, ദാറ്റ് ഇസ് കൺസൈനി. 200, 500. ഇതെടുക്കൂല. ഇറ്റ് ഈസ് 500 ഫോർ എത്ര സൈക്കിൾ? 100 സൈക്കിൾ. സോ ഹൗ മച്ച് ഫോർ 25 into 25? And it is 125. Allado? Yeah, it is 125. Now you have to add this out and you will get 31,125. This is the value of closing stock. Hope it is clear for you. ഈ കണക്ക് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കോപ്പി ചെയ്യാം. ഓക്കെ. ഇനി ഈ കിട്ടിയ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമ്മളെ ക്വസ്റ്റ്യനിൽ ഇപ്പം നമ്മൾ ഈ ഒരു കണക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിപ്പോർട്ട് കേട്ടോ. Wait, let me do it. Now I am going to draw the consignment account. Consignment account il nammal question ആദ്യം മുതൽ വായിക്കുന്നത് goods sent. അപ്പോൾ ഇവിടെ ഞാൻ എഴുതും goods sent on consignment. How much? 1000 cycle into 1000 into 1200 അല്ലേ? Okay. Then expenses are there. To cash എന്ന് പറഞ്ഞിട്ട് മുത്തുവിൻ്റെ എക്സ്പെൻസ് എഴുതും. To consignee എന്ന് പറഞ്ഞിട്ട് okay, I will write it full. Okay, സംശയം വേണ്ട. Loading charge എത്രയാ? 2000. Freight 1500. Insurance 500. Now to consignee എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ എക്സ്പെൻസ് എഴുതോടോ? ജയരാജിന്റെ എക്സ്പെൻസ് എഴുതും. ഇവിടെ ജയരാജ് എഴുതിക്കോ. To Jayaraj. This is consignment account. Consignment to Jayaraj account. Okay. Here Jayaraj എഴുതി ഞാൻ. ഇവിടെ ആസ് യൂഷ്വൽ റെക്കറിംഗ് നോൺ റെക്കറിംഗ് ഒന്നുമില്ല. നമ്മൾ എല്ലാ എക്സ്പെൻസും ഇവിടെ എഴുതണം. വൺ ഇസ് കാർട്ടേജ് 200. ഇത് ഇന്നർ കോളത്തിൽ എഴുതി ആഡ് ചെയ്തിട്ട് ഇപ്പം ഇടണം. എനിക്കിവിടെ സ്പേസ് ഇല്ല. ലോഡിങ് അൺലോഡിങ് 300. ഗോ ഡൗൺ റെന്റ് 1000. സെയിൽസ് സെല്ലിംഗ് എക്സ്പെൻസ് 350. ക്ലിയർ? ഇനി എന്തെങ്കിലും ഉണ്ടല്ലോ? കമ്മീഷനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ നമ്മളിപ്പോൾ തൽക്കാലം അതിനെ പറ്റി ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ഓവർ, റൈറ്റ്? Now it is sales by consignee, that is by Jayaraj. Sale 25 cycle unsold ആണ്. അപ്പോൾ നമ്മൾ എത്ര വിറ്റിട്ടുണ്ടാവുമോ?
975 വിറ്റിട്ടുണ്ടാവും. സോ 975 ഇൻറ്റു 1600 അത് ചെയ്തിട്ട് ഇവിടെ എഴുതുന്ന 1000 സൈക്കിളാണ് 100 സൈക്കിളാണ് സെൻറ്റേഴ്സ്, ഒരു 25 ഇപ്പോൾ വിറ്റിട്ടില്ല. അപ്പം എത്ര വിറ്റ്? 75 വിറ്റു. 75-ന് ഒന്നിന് എത്ര പൈസക്കാണ് വിറ്റ? 1600. സോ ഹിയർ ഐ റോട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് ഈസ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. യു ഹാവ് ടു റൈറ്റ് ദിസ് വാല്യൂ ഹിയർ. ഓക്കെ, ഇത് ഞാൻ ഇനിയും ചെയ്യും കേട്ടോ. അടുത്ത കണക്കിൽ നമ്മളിത് മുഴുവനായിട്ട് ചെയ്യും. ഇപ്പം എൻ്റെ പർപ്പസ് ഈ സാധനം നമ്മൾ എവിടെ കാണിച്ചു? ഇവിടെ കാണിച്ചു. ഓക്കെ, ഈ സാധനമാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് നമ്മളിവിടെ എഴുതാം. ഇനി ഇത് ബാലൻസ് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതേ ഉള്ളൂ. അടുത്ത നമ്മൾ എല്ലാം വരുന്നൊരു പ്രോബ്ലം ചെയ്യും. അതിൻ്റെ ഇടയിൽ കമ്മീഷൻ്റെ ഒരു 2-3 സ്മോൾ പ്രോബ്ലം കൂടി നമ്മൾ ഡീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഫുള്ളായിട്ട് ചെയ്യും. ഇത് ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. സോ യു ഹാവ് ടു റൈറ്റ് ദിസ് വാല്യൂ ഓവർ ഹിയർ. സോ താങ്ക് യു ഫോർ ടുഡേ. അപ്പം നാളെ ഹോപ്പ്ഫുള്ളി കമ്മീഷൻ്റെ പാർട്ടും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വലിയ പാർട്ടിലേക്ക് പോകും. സോ ഐ എം റിമെമ്പറിങ് യു അഗെയിൻ, വി ആർ ഡൂയിങ് കോസ്റ്റ് പ്രൈസിലുള്ള കണക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും ഇൻവോയ്സ് പ്രൈസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ.